ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. ഇന്ന് നമ്മളുള്ളത് ഒരു കാശ്മീരി ഹോം സ്റ്റേയിലാണ്. ഇവിടെ താഴെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും റൂം. മുകളിലായി ചേച്ചിക്കും എനിക്കും ഓരോ റൂം വീതമുണ്ട്. ചേച്ചിയുടെ റൂമിൽ ചെറിയൊരു ബാൽക്കണിയുമുണ്ട്. രാത്രി ആയപ്പോൾ അവർ ഡിന്നർ കൊണ്ടുവന്നു. പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഫുഡ്. ഒരു കാശ്മീരി സ്റ്റൈൽ ചിക്കൻ കറിയും ചോറും. ടയർഡ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായി അവർ റൂമിലെത്തി. ബ്രെഡും മുട്ടയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളെപ്പോലെ തന്നെ അടുത്ത റൂമുകളിലായി മലയാളി ഫാമിലികളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങളെല്ലാവരും താഴേക്കിറങ്ങി. മനോഹരമായ ഒരു ചെറിയ ഗാർഡനും ഇവിടെയുണ്ട്. അങ്ങനെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു. ശ്രീനഗറിലെ ചെറു തെരുവുകളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ പാതയായിരുന്നു. എല്ലാ കടകളും തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിൻ്റെ അരികിലായി വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോഴേക്കും റോഡിൻ്റെ വീതി കൂടി വന്നിരുന്നു. ഈ ഇടതുവശത്തായി കാണുന്നതാണ് ശ്രീനഗർ ബസ് സ്റ്റോപ്പ്. ഇവിടെ കാണുന്ന മിനി ബസ്സുകളെല്ലാം ഓരോ ദിശയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി NHലേക്ക് കടന്നു. അപ്പോഴേക്കും റോഡിൻ്റെ സ്ഥിതി ടോട്ടലി മാറിയിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളൊന്നും കണ്ടില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഗുൽമാർഗ് എന്ന കവാടത്തിനടുത്തെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോഴേക്കും ദൂരെ നമുക്ക് മഞ്ഞുമലകൾ കാണാമായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറി ഒരു കേക്ക് വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഈ കാണുന്നത് മണലുമായി പോകുന്ന ഒരു മിനി വാഹനമാണ്. കാരണം ഇവിടെയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ വലിയ വലിയ ലോറികൾ പോകില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ വാഹനങ്ങളിലാണ് കൺസ്ട്രക്ഷൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. മഞ്ഞുമലയിലെ കാഴ്ച അധികം വിദൂരമല്ലാതെ തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ താൻമർഗിലെത്തി. ഗുൽമർഗ് സ്വർഗത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ താൻമർഗ് സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് തന്നെ വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ഇവിടെയാണ് എല്ലാ തരത്തിലുള്ള സ്കാമും തട്ടിപ്പുകളും നടക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ സ്കാം. ഗുൽമർഗിലെ തണുപ്പ് കാരണം ഞങ്ങൾക്ക് ജാക്കറ്റ് എടുക്കേണ്ടി വന്നു. ഡ്രൈവർ നിർദ്ദേശിച്ച ഒരു ഷോപ്പിലായിരുന്നു ഞങ്ങൾ കയറിയത്. താൻമർഗ് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഒരുപാട് പേർ നിങ്ങളെ കാൻവാസ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക. കൂടാതെ ഫാമിലിയായി പോകുമ്പോൾ അവർ പറയുന്ന പ്രൈസ് വളരെ വലുതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരാൾക്ക് ഫുൾ ജാക്കറ്റിന് ഏകദേശം 550 രൂപയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ടോട്ടലി പാനിക്കാക്കുന്ന രീതിയിലായിരിക്കും അവരുടെ സംഭാഷണം. അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിപ്പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയും ഗുൽമാർഗിൽ ക്ലോസിംഗ് ടൈമായി, അല്ലെങ്കിൽ ഗൊണ്ടോലയിൽ ഇനി നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ച് നമ്മളെ ടോട്ടലി കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് അവർ പറയുന്ന ഒരു എമൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. ഞാൻ മാക്സിമം ബാർഗെയിൻ ചെയ്ത് 400-ലാണ് എത്തിച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ മുകളിലെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ആക്ച്വൽ പ്രൈസ് ചോദിച്ചപ്പോൾ 200 to 250 ആ റേഞ്ചിൽ നമുക്ക് ആ കോട്ടുകൾ വാങ്ങാമായിരുന്നു. ഇതുപോലുള്ള സ്കാമുകൾ നമുക്ക് ഗുൽമർഗിൽ എത്തിയതിനു ശേഷവും കാണാം. പലതരത്തിലുള്ള സ്കീയിങ്ങും ആക്ടിവിറ്റീസും പറഞ്ഞ് വലിയ എമൗണ്ട് തട്ടിയെടുക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് മാത്രം വേണം ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാൻ. എൻ്റെ അനുഭവത്തിൽ ഒരു തരത്തിലും നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പ്രൈസ് ഡൗൺ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഗുൽമർഗിനോട് അടുക്കുന്നതിനനുസരിച്ച് തണുപ്പിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പുറത്ത്. മരങ്ങളിലെല്ലാം മഞ്ഞു പുതച്ചിരിക്കുന്നു. പണ്ടെപ്പോഴോ കണ്ടുമറന്ന ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ നാർണിയ ഈ പടത്തിൽ കാണുന്ന സീനറികൾ പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗുൽമർഗിലേക്ക്. ഓരോ വണ്ടിയും അടുപ്പിച്ചടുപ്പിച്ച് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വഴിയരികിലെല്ലാം മഞ്ഞു പുതച്ചിരിക്കുന്നു. മഞ്ഞു കാരണം റോഡുകളെല്ലാം സ്ലിപ്പറി ആയതുകൊണ്ട് വണ്ടികളെല്ലാം വളരെ പതുക്കി സാവധാനമാണ് പോകുന്നത്. ഞങ്ങളുടെ ഗൊണ്ടോല ബുക്കിംഗ് ടൈം 9 മണി മുതൽ 11 മണി വരെയാണ്. എന്നാൽ സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ തിരക്കും കാലാവസ്ഥാ വ്യതിയാനവും കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടണമെന്നുമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ടിക്കറ്റിലെ സമയം ചെക്ക് ചെയ്യാതെ നമ്മളെയെല്ലാം ഉള്ളിലേക്ക് കയറ്റി വിടും. ഈ യാത്രയിൽ ഞങ്ങൾ കാഴ്ചകൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും പിന്നിലിരുന്ന് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് മാഗി വാങ്ങി കഴിക്കുന്നതാണ് മറ്റൊരു ഓപ്ഷൻ. അങ്ങനെ അവസാനം ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ഗുൽമർഗിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു.
ഈ വരുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം തന്നെ ഒരു വലിയ വിരുന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഇനി എന്താണ് എന്നുള്ള ആകാംക്ഷയിലും പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ നിന്ന് ഓരോരുത്തരായി ഓരോ വണ്ടികളിൽ ചാടിക്കയറുന്നത് കണ്ടു. ഞങ്ങളുടെ വണ്ടിയിലും ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നോർമലായി കാണപ്പെടുന്ന ഒന്നാണ്. അവർ വന്നത് ഞങ്ങളെ കൺവിൻസ് ചെയ്ത് വല്ല ആക്ടിവിറ്റീസും ചെയ്യാനാണ്. എന്നാലും ഞങ്ങൾ ഒന്നിനും തയ്യാറായില്ല. മറ്റു പലരും ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും റിജക്റ്റ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഐ ലവ് ഗുൽമാർഗ് എന്ന പോയിന്റിലെത്തി. ഇവിടുന്ന് ഏകദേശം 1.20 കിലോമീറ്റേഴ്സ് നടന്നാൽ നമുക്ക് ഗുൽമാർഗിലെ ഗൊണ്ടോല റൈഡ് ചെയ്യുന്ന സ്ഥലത്തെത്താം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് പോകാൻ എല്ലാവരും കാർ എടുക്കാൻ ഒരുപാട് നിർബന്ധിക്കും. ആരും കാർ എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ. അങ്ങനെ മെല്ലെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. ലോകത്തിലെ മറ്റേതൊരു കോർണറിൽ എത്തിപ്പെട്ട ഫീലാണ് നമുക്കിവിടെ നിന്ന് തോന്നുക. കാരണം ചുറ്റോട് ചുറ്റും മഞ്ഞ് പുതച്ചിരിക്കുന്നു, മരങ്ങളെല്ലാം മഞ്ഞ് പുതച്ചിരിക്കുന്നു. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. എന്നാൽ തിരക്കിൻ്റെ കാര്യത്തിൽ ഒരു മയവുമില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളെ കൂടാതെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഗൊണ്ടോല റൈഡിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഗൊണ്ടോല റൈഡ് കയറി മുകളിലേക്ക് പോകുന്നത്. ആദ്യമായാണ് ഞാനൊരു കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. എന്നെപ്പോലെ തന്നെ എൻ്റെ ഫാമിലിയും ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇത് ചെയ്യാൻ. തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് ചുറ്റോട് ചുറ്റും കാണാൻ കഴിയുക. അത്യാവശ്യം നല്ല ഹീറ്റിംഗ് സിസ്റ്റവും ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള തണുപ്പ് അധികം ഇവിടെ ഫീൽ ചെയ്യില്ല. ഇതിനുള്ളിലും നമുക്ക് നമ്മുടെ കമാൻഡോസിനെ കാണാമായിരുന്നു. വരുന്ന വഴിയിൽ എല്ലാം നമുക്ക് അവരെ കാണുന്നത് കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഫീൽ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഗൊണ്ടോല റൈഡിലേക്ക് ഞങ്ങൾ കയറി. ഒരു കേബിൾ കാറിനുള്ളിൽ മിനിമം 6 പേർക്കാണ് കയറാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിൽ തന്നെ കയറി. ചുറ്റോട് ചുറ്റും വളരെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങനെ കേബിൾ കാറിൽ മുന്നോട്ട് പോയി. അമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. അതിന് കാരണം ഇതിൻ്റെ ഓരോ പോയിന്റിലെത്തുമ്പോഴും ചെറിയ ശബ്ദത്തോടു കൂടിയാണ് അത് കടന്നു പോവുക. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു പേടി എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും. അങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ആട്ടിടയന്മാരുടെ ഷെൽട്ടർ കാണാമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മഞ്ഞ് പുതഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഗൊണ്ടോല റൈഡ് ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം മുതിർന്നവർക്കും കുട്ടികൾക്കും മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസതടസ്സം ഏർപ്പെടാം എന്ന് ഞാൻ ഗൂഗിളിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ പോയില്ല. കൂടാതെ നമ്മുടെ ആക്ടിവിറ്റീസ് അധികവും കാണപ്പെടുന്നത് ഫസ്റ്റ് ഫേസിലാണ്. ഏകദേശം 10 മിനിറ്റോളമുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഈ ഗൊണ്ടോല റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഫസ്റ്റ് ഫേസ് തന്നെ ധാരാളമായിരുന്നു. മുകളിലേക്ക് എത്തുന്തോറും കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫസ്റ്റ് ഫേസിൻ്റെ എൻഡിങ് പോയിന്റിലെത്തി. കഴിഞ്ഞ ദിവസം കഴിച്ച ഫുഡിൻ്റെ പ്രോബ്ലം കൊണ്ട് ഇതിനിടയിൽ ശ്രീകുട്ടി വളരെ ടയേർഡായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ആ കേബിൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ തന്നെ ഒരു ഹെൽത്ത് കെയർ സെൻ്ററുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കാണിക്കാനായി. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. റൈറ്റ് സൈഡിലായി ഒരു ഇഗ്ലൂ കഫേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഇവിടെ മുകളിലായി ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമും അവൈലബിൾ ആണ്. സെക്കൻഡ് ഫേസിലേക്ക് പോകേണ്ടവർ ഇവിടെ നിന്ന് മറ്റൊരു ഗൊണ്ടോല എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. 1 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയതെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്തു. ചുറ്റും നിന്ന് ഫാമിലി ഞങ്ങൾക്ക് വിഷസും പറഞ്ഞു. ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മിക്സ് ചെയ്ത ഒരു പ്രത്യേകതരം കാശ്മീരി കേക്കായിരുന്നു അത്. കാശ്മീർ കാണുക എന്നത് ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു. ഈ കാര്യം ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഞാൻ അവസാനം കാശ്മീർ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു നല്ല മഞ്ഞ് വീഴ്ച പ്രതീക്ഷിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. കാശ്മീരിലെ ക്ലൈമറ്റ് നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വരെ ഇവിടെ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്. മഞ്ഞുവീഴ്ച നല്ല രീതിയിൽ ഉണ്ടായാൽ മറ്റൊരു പ്രോബ്ലം കൂടിയുമുണ്ട്. തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അധിക നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. ഗൊണ്ടോല പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇവിടെ ചുറ്റോട് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഈ കാണുന്നത് സ്കീയിങ് ചെയ്യാനായി പോകുന്ന ആളുകളെയാണ്. മുകളിലേക്ക് പോകുന്ന ഗൊണ്ടോലയാണിത്. ആ കാണുന്ന ടോപ്പ് വരെയാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഉച്ചയ്ക്ക് പ്രോപ്പറായി ഭക്ഷണം കഴിക്കാനാവാത്തത് കൊണ്ട് തന്നെ പൊതിഞ്ഞു കൊണ്ടുവന്ന മിക്സ്ചറും അവലും അമ്മയെടുത്ത് എല്ലാവർക്കും തന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ കാഠിന്യം നമ്മൾ അറിഞ്ഞില്ല. ഈ കാണുന്ന വാഹനത്തിൽ കയറണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞ പ്രൈസ് 3000 എബോവ് ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു.
അപ്പോഴാണ് കാശ്മീരി കുൽച്ചയുമായി ഒരു കച്ചവടക്കാരൻ ആ വഴി വന്നത്. ചേച്ചി അവരുടെ കയ്യിൽ നിന്നും കുറച്ച് സ്വീറ്റ്സും കാശ്മീരി കുൽച്ചയും വാങ്ങി. ഈ സമയത്ത് തന്നെ ഒരു പ്രത്യേകതര സ്നോ വെഹിക്കിൾ അതിലേ പോകുന്നുണ്ടായിരുന്നു. അവ സ്കീയിങ്ങിനായി വഴി തെളിയിക്കുകയായിരുന്നു. ഇതിൻ്റെ മുന്നിലായി സ്നോ മാറ്റാനുള്ള ഒരു പ്രത്യേക യന്ത്രവുമുണ്ട്. കാശ്മീരിൽ വന്ന ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട മറ്റൊന്ന് ഇതുപോലുള്ള സ്ട്രേ ഡോഗ്സ് ആണ്. ഇവരുടെ ഹെയറിൻ്റെ പ്രത്യേകത ഡബിൾ കോട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം തണുപ്പ് ഏൽക്കില്ല. അപ്പോഴേക്കും ദേവുട്ടൻ അച്ഛനോട് സ്കീയിങ് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. അവസാനം ഒരാളെ കണ്ട് ഒരുപാട് ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ സ്കീയിങ് ചെയ്യാൻ റെഡിയായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് 3 റൗണ്ടാണ് 200 രൂപയ്ക്ക്. അങ്ങനെ സ്കീയിങ് ചെയ്യണമെന്ന ദേവുട്ടൻ്റെ ആഗ്രഹം സഫലമായി. ചേച്ചി ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ പിന്നെ പറഞ്ഞു വേണ്ട എന്ന്. ഞങ്ങൾ മുൻപ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ദേവുട്ടൻ്റെ 3 റൗണ്ടിന് ശേഷം ഞങ്ങളെല്ലാവരും അതിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തു. ഇവിടെ ഒരു ഫോട്ടോയിന് ഏകദേശം 50 രൂപയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 250 രൂപയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയും എടുത്തു. ദേവുട്ടൻ്റെ 3 റൗണ്ടും കഴിഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. ഇവിടെ കൂടുതലായും കണ്ടുവരുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് സ്ലെഡ്ജ്. ഞങ്ങളെയും കുറേ പേർ അപ്രോച്ച് ചെയ്തിരുന്നു, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട എന്ന്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ഊരയ്ക്ക് നല്ല വേദനയുണ്ടാകും. എല്ലാ ആക്ടിവിറ്റീസിനും ശേഷം ഞാനും ദേവുട്ടനും മഞ്ഞിൽ കളിക്കാൻ തുടങ്ങി. മഞ്ഞിൽ കിടന്നുരുണ്ടും പിന്നെ മഞ്ഞുവാരി എറിഞ്ഞും ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഇതിനിടയിൽ മറ്റുള്ളവരെല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള കൗണ്ടറിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഗുൽമർഗ് എക്സിറ്റ് പോയിന്റ് ക്ലോസ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങണമെന്ന്. ഇത് കേട്ട ഉടനെ തിരിച്ചിറങ്ങേണ്ട തത്രപ്പാടിൽ ഞാനും ജിത്തുവേട്ടനും ചേച്ചിയും മഞ്ഞിൽ ചെറുതായൊന്ന് വീണു. ഭാഗ്യത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങേണ്ട ഗുണ്ടകലയിൽ കയറി. താഴേക്കിറങ്ങുന്ന കാഴ്ചകൾ കാണുന്നതിനിടയിൽ ദേവുട്ടൻ്റെ പേര് അവിടെ ഗ്ലാസ്സിൽ എഴുതുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഞാനും ശ്രീകുട്ടിയുമല്ലാതെ മറ്റാരും മഞ്ഞ് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഒരാൾ സ്ലെഡ്ജുമായി താഴേക്കിറങ്ങിയാണ്. താഴെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഊരയുടെ പണി കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ താഴേക്കിറങ്ങി. ഗുൽമർഗിലെ മേജർ അട്രാക്ഷനും സ്പെഷ്യാലിറ്റിയും ഈ ഗൊണ്ടോള റൈഡാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ കാർ റൈഡ് ഇതാണ്. കൂടാതെ ഹിമാലയസിൻ്റെ ഒരു പനോരമിക് വ്യൂവും കൂടി നമുക്കിതിൽ നിന്ന് കിട്ടും. അത്രയും മനോഹരമാണ് ഈ കേബിൾ കാർ റൈഡ്. ഗുൽമർഗിൽ വരുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഈ കേബിൾ കാർ റൈഡ്. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് പോയിന്റിലെത്തി. ഇവിടെയും ടൂറിസ്റ്റുകളെയും കാത്ത് ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും നെഹി 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 എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർ തിരിച്ചു പോയിക്കൊള്ളും. മഞ്ഞിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അല്ലാത്ത പക്ഷം സ്കിഡ് ചെയ്ത് നേരെ താഴെ വീഴും. അച്ഛനും അമ്മയും അടക്കം എല്ലാവരും താഴെ വീണതുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ശ്രീകുട്ടിയുടെ അവസ്ഥ വളരെ മോശമായി. ആൾ വളരെ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറി ഞങ്ങളൊന്ന് കാണിച്ചു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഉള്ളിൽ. അങ്ങനെ ഡോക്ടർ കുറച്ച് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തു തന്നു. അതും വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി. ഗുൽമർഗിനെ ഒന്നുകൂടി നോക്കി ബായ് പറഞ്ഞ് ഞങ്ങൾ ഡ്രൈവറുടെ അടുത്തെത്തി. അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക്. ശങ്കരാചാര്യ ടെമ്പിളിലെ വെളിച്ചം പോകുന്ന വഴി ഞങ്ങൾക്ക് കാണാമായിരുന്നു. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു.